ഹലോ ഗൈസ്, വെൽക്കം ടു ബാക്ക്. നമ്മൾ ന്യൂസിലും യൂട്യൂബിലൊക്കെ സ്ഥിരമായി കേൾക്കുന്ന വാക്കാണ് സെൻസെക്സും നിഫ്റ്റിയും. ഇന്ന് സെൻസെക്സ് 500 പോയിന്റ് ഉയർന്നു, ഇന്ന് നിഫ്റ്റി 200 പോയിന്റ് താഴ്ന്നു എന്നൊക്കെ ന്യൂസ് നമ്മൾ യൂട്യൂബിലും ചാനലുകളും കേൾക്കും. പക്ഷേ ബിഗിനർ എന്ന നിലയിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവില്ലേ, എന്താണ് ഈ നിഫ്റ്റി എന്ന്, എന്താണ് ഈ സെൻസെക്സ് എന്ന്? മാർക്കറ്റിൽ ആയിരക്കണക്കിന് കമ്മിയുണ്ടെങ്കിലും എങ്ങനെയാണ് നമുക്ക് മാർക്കറ്റ് അപ്പാണോ ഡൗൺ ആണോ സെൻസെക്സും നിഫ്റ്റിയും നോക്കി മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇന്ന് നമ്മളതാണ് പഠിക്കുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാർക്കറ്റ് എ ടു സെഡ് സീരീസിലെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവരാണെങ്കിൽ അത് നിർബന്ധമായി കാണുക. നമ്മൾ എന്താണ് ഈ എ ടു സെഡ് സീരീസിലൂടെ ഉദ്ദേശിക്കുന്നതാണ് ഒന്നാമത്തെ എപ്പിസോഡിൽ പറയുന്നത്. നമ്മളിവിടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഉള്ള കൺസെപ്റ്റും അങ്ങനത്തെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്. എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ, സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന വാചകങ്ങളായിരിക്കും സെൻസെക്സ് ആൻഡ് നിഫ്റ്റി. അതുകൊണ്ട് നമുക്ക് തന്നെ ഇന്നത്തെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് തന്നെ തുടങ്ങാം. സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ തന്നെ നമുക്ക് ഇത് ഇൻഡെക്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാം. എക്സാമ്പിൾ, ഒരു ക്ലാസ് എടുക്കുക. ആ ക്ലാസ്സിൽ 50 കുട്ടികളുണ്ട്. ടീച്ചർക്ക് ആ ക്ലാസ്സിലെ കുട്ടികളുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആ ടീച്ചർ കുട്ടികൾക്കൊരു പെർഫോമൻസ് സ്കോർ നൽകുന്നു. അതാണ് ഇൻഡെക്സിൻ്റെ ഒരു സിമ്പിൾ എക്സാമ്പിളായിട്ട് നമുക്ക് ഉദ്ദേശിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ക്ലാസ് മൊത്തത്തിൽ എങ്ങനെയാണ് പെർഫോമൻസിൻ്റെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഇൻഡെക്സ് സ്കോർ എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ ഇൻഡെക്സിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സും ഇതുപോലെ തന്നെയാണ്. ഈ സിമ്പിൾ ഉദാഹരണം വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഏകദേശം ഇതേപോലെ നടക്കുന്നത്. എല്ലാ ഇൻഡിവിജ്വൽ കമ്പനിയും നോക്കുന്ന പകരം സെലക്റ്റഡ് കമ്പനീസിനെ മാത്രമേ നമ്മൾ ചൂസ് ചെയ്ത് മാർക്കറ്റിന് മൂവ്മെൻറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയല്ല, അതിൽ പല കമ്പനികൾ, ഇൻഡെക്സിൽ പല കമ്പനികളുടെയും സ്റ്റോക്ക് ഉൾപ്പെടും. നമ്മുടെ ഫസ്റ്റ് മേജർ ഇൻഡെക്സ് ആയ സെൻസെക്സിലേക്ക്, സെൻസെക്സ് എന്ന് പറയുമ്പോൾ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള എല്ലാവർക്കും അറിയുന്ന ഇൻഡെക്സ് ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. സെൻസെക്സ് എന്ന് പറയുന്നത് തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് കുറച്ചെങ്കിലും അറിവുള്ളവർക്ക് അറിയാം ഈ സെൻസെക്സ് എന്താണ്. സെൻസെക്സിനെ കുറിച്ച് ഫെമിലിയർ ആയിരിക്കും അവർ. സെൻസെക്സ് എന്ന് പറഞ്ഞാൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ഉൾപ്പെട്ടുള്ളതാണ്. അതായത് BSE ഉൾപ്പെട്ടുള്ളതാണ് സെൻസെക്സ്. ഇത് തിരഞ്ഞെടുക്കപ്പെട്ട 30 കമ്പനികളാണ് ഈ ഇൻഡെക്സിലുള്ളത്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറഞ്ഞാൽ BSEയിൽ ആയിരക്കണക്കിന് കമ്പനി ഉണ്ടെങ്കിലും സെൻസെക്സിൽ ആ കമ്പനികൾ ഉൾപ്പെടുത്തുന്നില്ല. അവരാകെ 30 ഇൻഡെക്സ് കമ്പനി, 30 ബിഗ് കമ്പനികളേ ഉള്ളൂ. സെലക്ട് തിരഞ്ഞെടുക്കുന്ന കമ്പനികൾ മാത്രമേ ഉള്ളൂ. അതായത് സെൻസെക്സ് സെലക്ട് ചെയ്ത 30 മേജർ കമ്പനീസിൻ്റെ പെർഫോമൻസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, തന്നെ സെൻസെക്സ് ഉയർന്നു കേൾക്കുമ്പോൾ മാർക്കറ്റിലെ എല്ലാ ഷെയർസും ഉയർന്നതെന്നല്ല, സെൻസെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റിനെയാണ് അത് ബാധിക്കുന്നത്. ഇതൊരു തുടക്കക്കാരെന്ന രീതിയിൽ ബിഗിനേഴ്സിനെ കൺഫ്യൂഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഇൻഡെക്സ് ആയ നിഫ്റ്റി 50യെ കുറിച്ചാണ്. നിഫ്റ്റി 50 എന്ന് പറയുന്നത് NSEയുടെ അണ്ടർ, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അണ്ടറിലുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50. ഇതിൽ ഒരു ക്ലൂ ഉണ്ട്, ഇത് എത്ര കമ്പനി റെപ്രസെൻറ്റ് ചെയ്യുന്നു. നിഫ്റ്റി 50 അതായത് 50 കമ്പനികളിലെ തിരഞ്ഞെടുപ്പെട്ട കമ്പനികളെ കാൽക്കുലേറ്റ് ചെയ്താണ് ഈ ഇൻഡെക്സ് വർക്ക് ചെയ്യുന്നത്. NSE റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ള നിരവധി കമ്പനിയിൽ നിന്ന് അതിൽ 50 കമ്പനിയെ തിരഞ്ഞെടുത്ത് ആ 50 കമ്പനിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നിഫ്റ്റി 50യുടെ പ്രാധാന്യം. നിഫ്റ്റി 50 ഇൻഡെക്സിൻ്റെ പ്രാധാന്യം. സെൻസെക്സും നിഫ്റ്റിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സെൻസെക്സ് എന്ന് പറഞ്ഞാൽ BSEൻ്റെ അണ്ടർ, അതായത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അണ്ടറുള്ള 30 കമ്പനീസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് സെൻസെക്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പറഞ്ഞാൽ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് NSEയുടെ അണ്ടറുള്ള 50 തിരഞ്ഞെടുക്കപ്പെട്ട കമ്പനികളുള്ള ഇൻഡെക്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഭാഗം, നിഫ്റ്റി 50 എങ്ങനെയാണ് അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നത്. അതായത് ഈ ഇൻഡെക്സിലെ ഏതെങ്കിലും കമ്പനികൾ അപ്പായ ഈ ഇൻഡെക്സും നമുക്ക് അപ്പ് മൂവ്മെൻറ്റ് ഷോ ചെയ്യും. പിന്നെ
സപ്പോസ് ഇത് ഡൗൺ ആദ്യത്തെ ഏതെങ്കിലും കമ്പനികൾ ഡൗൺ ട്രെൻഡ് ആയാൽ ഇതിലും ഡൗൺ ആയി കാണിക്കും, ഡൗൺ ട്രെൻഡ് ആയിരിക്കും കാണിക്കുക. പക്ഷേ എല്ലാ കമ്പനീസിനും ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇങ്ങനെ ഈ ഓരോ കമ്പനീൻ്റെ വെയിറ്റേജ് അനുസരിച്ചാണ് ഇതിൽ കാണിക്കുക, ഈ ഇൻഡെക്സിൽ കാണിക്കുന്നത്. ഇതിൽ ഉദാഹരണത്തിന് സ്റ്റോക്ക് നല്ല വെയിറ്റേജ് ഉള്ളതാണെങ്കിൽ അതിൻ്റെ കൂടുതൽ കാണിക്കുക. സ്റ്റോക്ക് ബിക്ക് കുറച്ച് വെയിറ്റേജ് ഉണ്ടാവും, സ്റ്റോക്സ് എങ്ങനെ കുറഞ്ഞ് താഴ്ന്ന വെയിറ്റേജ് ഉണ്ടാവും. വെയിറ്റേജിനനുസരിച്ചാണ് ഈ ഇൻഡെക്സിൽ നമുക്ക് മാർക്കറ്റ് അപ്പാണോ ഡൗൺ ആണോ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻഡെക്സ് 1% ഉയർന്നാൽ അതിലെ എല്ലാ കമ്പനികളും ഉയർന്നു എന്നല്ല. ചോദിക്കാം, എനിക്കൊരു കമ്പനിയുടെ പർട്ടിക്കുലർ സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ, ഞാൻ എന്തിനീ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ നോക്കണം എന്ന് പറയുന്നത്? ഗുഡ് ക്വസ്റ്റ്യൻ ആണ് അത്. പറഞ്ഞാൽ ഇൻഡെക്സ് നമുക്ക് മാർക്കറ്റിൻ്റെ സെഗ്മെൻറ്റ് മനസ്സിലാക്കി തരും. മാർക്കറ്റ് പോസിറ്റീവാണോ അതോ നെഗറ്റീവിലേക്കാണോ പോകുന്നത്, സ്റ്റോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ഒരു ഇൻഡെക്സിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഇൻഡെക്സ് ഗ്രീൻ ആണെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത സ്റ്റോക്കും ഗ്രീൻ ആണെന്ന് 100% ഉറപ്പില്ല. ഇൻഡെക്സ് റെഡ് ആണെങ്കിലും നിങ്ങളുടെ സ്റ്റോക്ക് താഴേക്ക് പോകുമെന്ന് യാതൊരു 100% ഉറപ്പില്ല. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം. ഇമാജിനറി ഇൻഡെക്സ് ഉണ്ടാക്കുന്നു. അതായത് കമ്പനി എ 30% വെയിറ്റേജ്, കമ്പനി ബി 25% വെയിറ്റേജ്, കമ്പനി സി 20% വെയിറ്റേജ്, കമ്പനി ഡി 50% വെയിറ്റേജ്. അതുതന്നെ എയും ബിയുടെയും പ്രൈസ് മൂവ്മെൻറ്റ് ചേഞ്ച് ചെയ്താൽ ഈ ഇൻഡെക്സിൽ ഇത് ബാധിക്കും, പ്രൈസ് മൂവ്മെൻറ്റും ബാധിക്കും. കാരണം അവർക്കാണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളതുകൊണ്ട്. വെയിറ്റേജ് മനസ്സിലാക്കുക, ഈസിയസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന്, സെൻസെക്സ് എന്താണ്, നിഫ്റ്റി 50 എന്താണ്, അവിടെ കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അവരെത്ര കമ്പനികൾ നോക്കുന്നുണ്ട്, അവിടെ പ്രൈസ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാക്കി. ഒരു ഇൻഡെക്സിൽ സ്റ്റോക്ക് പ്രൈസും അതിൻ്റെ വെയിറ്റേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ന്യൂസ് കാണുമ്പോഴോ അതോ യൂട്യൂബ് ചാനലിൽ സെൻസിറ്റീവ് ന്യൂസിനെ കുറിച്ച് അറിയുമ്പോഴോ നിങ്ങൾക്ക് ഇനി ഈസി ആകാം കാര്യങ്ങൾ. ഈ വീഡിയോ ഇതുവരെയുള്ള ലെങ്ത് ഇത്രയായി. നമ്മളിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, വീഡിയോ യൂസ്ഫുൾ ആയ ലൈക്ക് ആൻഡ് സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ. See you then. Take care. Bye.